തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ പോലീസ് അന്വേഷണം വരുന്നു. ADGP H. വെങ്കടേഷ് അന്വേഷിക്കും. വിവരങ്ങളുമായി നിഷ ദിലീപ് ഒപ്പം ചേരുന്നു. നിഷ, പറയൂ. രാജ്, ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ADGP H. വെങ്കടേഷിന് മേൽനോട്ട ചുമതല നൽകിയിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ശബരിമലയിൽ നടന്നത് അല്ലെങ്കിൽ നടത്തിയത് എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണം. അന്വേഷണത്തിന് ADGP H. വെങ്കടേഷിന് അന്വേഷണ ചുമതല നൽകിയിട്ടുണ്ട്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണമെന്നും ഉള്ള ഒരു ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. എന്തായാലും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പ്രകാരം ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് നടന്നിട്ടുള്ളതെന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. കൃഷ്ണരാജ്. ശരി, H. വെങ്കടേഷിനാണ് അന്വേഷണ ചുമതല. സ്വർണ്ണ കവർച്ചയിൽ പ്രത്യേക സംഘം വരുന്നു. അതിന് അന്വേഷിക്കാനുള്ള ചുമതല H. വെങ്കടേഷ്, ADGP H. വെങ്കടേഷിനാണ് അന്വേഷണ ചുമതല വരുന്നത്. നിഷ, ഈ വിഷയത്തിൽ സ്വർണ്ണ കവർച്ചയിൽ ഈ ദേവസ്വം വിജിലൻസിൻ്റെ ഇടക്കാല റിപ്പോർട്ട് ഇപ്പോൾ ഹൈക്കോടതി പരിഗണിക്കുകയാണല്ലോ. അതേ സമയത്ത് തന്നെയാണ് പോലീസ് അന്വേഷണം പ്രഖ്യാപിക്കുന്നത് ഹൈക്കോടതി. നോക്കൂ, പ്രഥമ ദൃഷ്ട്യാ തന്നെ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് ഹൈക്കോടതി മനസ്സിലാക്കുന്നു എന്നല്ലേ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്? കൃഷ്ണരാജ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ശബരിമലയിൽ നടന്നിരിക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുള്ളത്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് തന്നെ അന്വേഷണം മുന്നോട്ട് പോകണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. എന്തായാലും ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണിക്കവെയാണ് ഹൈക്കോടതി ഇത്തരത്തിൽ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത്. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് നടന്നത്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തണം. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിന് അയച്ച ഇമെയിൽ സന്ദേശങ്ങളടക്കമുള്ളവയായിരുന്നു ഈ കോടതി പരിഗണിച്ചത്. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ആ വിവരങ്ങളുണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നത്. സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി താല്പര്യം അറിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇമെയിൽ വന്നതടക്കം ഈ റിപ്പോർട്ടിലുണ്ടായിരുന്നു. അതൊക്കെ തന്നെ കോടതി പരിഗണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ശബരിമലയിൽ നടന്നത് എന്നുള്ള കാര്യമാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഇത്രയും ഗുരുതരമായ ഒരു കുറ്റകൃത്യം നടന്ന സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം മുന്നോട്ട് പോകണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. എന്തായാലും ശബരിമലയിൽ സ്വർണ്ണാഭരണങ്ങൾ, തിരുവാഭരണം, ഒപ്പം തന്നെ വിലപിടിപ്പുള്ള വസ്തുക്കൾ, രത്നങ്ങൾ, വെള്ളി, ഇവിടെ എല്ലാം തന്നെ കണക്കെടുപ്പ്, സ്ട്രോങ് റൂം രജിസ്റ്ററുകൾ, തിരുവാഭരണ രജിസ്റ്റർ, ഇവയുടെ എല്ലാം കൃത്യമായ കണക്കെടുപ്പ് നടത്താനും ഇവയെല്ലാം തന്നെ പരിശോധിക്കാനും ജസ്റ്റിസ് റിട്ടയർഡ് ജസ്റ്റിസ് ശങ്കറിനെ ഹൈക്കോടതി ചുമതലപ്പെടുത്തിയിരുന്നു. ദേവസ്വം മന്ത്രി VN വാസവൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. അവിടെ എന്തായിരുന്നാലും ഭരണപക്ഷത്തു നിന്നാരും കൊണ്ട് ഇത് വയ്ക്കുകയില്ല. ഈ പറയുന്ന പ്രതിയാകുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ ഭരണകക്ഷിക്കാരെന്ന് കൊണ്ട് കൊടുക്കൂ. അപ്പോൾ യാഥാർത്ഥ്യബോധത്തോടുകൂടി ഒരു പ്രശ്നത്തെ കാണുന്നതിന് പകരം പുതിയ സാഹചര്യത്തിൽ എന്തോ സംഭവിച്ചു എന്ന രൂപത്തിലേക്കുള്ളൊരു പ്രചരണം ഉയർത്തിക്കൊണ്ടുവരുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൽ വലിയ രൂപത്തിലുള്ളൊരു മേന്മ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉന്നയിച്ച കാര്യങ്ങളിൽ വരികയും അത് ഭക്തജനങ്ങളിൽ സ്വീകാര്യത ഉറപ്പാകുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അതിൻ്റെ ശോഭ കെടുത്താൻ കഴിയുമോ എന്നൊരു പാഴ്ശ്രമത്തിൻ്റെ പാഴ്വേലയാണ് യഥാർത്ഥത്തിൽ പുതിയതായി ഇപ്പോഴത്തെ പ്രശ്നം എന്ന രൂപത്തിൽ അത് അവതരിക്കും. ഇപ്പോഴത്തെ പ്രശ്നം കോടതി അംഗീകരിച്ചു. നിങ്ങൾ ആ റിപ്പോർട്ട് എടുക്ക്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ഉത്തരവിന്റെ 2025 കൊടുത്തയച്ച ഒന്ന് ആ തീരുമാനം